നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണല്ലേ. ഇത് പാർട്ട് 8 ആണ്. ഓക്കെ, അപ്പം പാർട്ട് 7 വരെ എല്ലാ കൂട്ടുകാരും കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് വരുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിൽ 20 മാർക്ക് ലഭിക്കാൻ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള ഒരു സംശയം കൂടെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കാനഡയിലെ ഓൺടേറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിതയാണ് ആര്? കരീസിമ മാത്തൻ. ആരാണ്? കരീസിമ മാത്തൻ. എവിടെയാണ്? കാനഡയിലെ ഓൺടേറിയോ സുപ്പീരിയർ എന്നാണ്. ഓൺടേറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിതയാണ് ആര്? കരീസിമ മാത്തൻ. ആരാണ്? കരീസിമ മാത്തൻ. ഓക്കെ അല്ലേ? എങ്കിൽ കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആരാണ്? അത് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ്. ആരാണ്? ഡോക്ടർ എൻ കൃഷ്ണകുമാർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആരാണ്? അത് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ്. ഓർത്തു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ്: നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഡോക്ടർ പോൾ മണലിൽ. ആരാണ്? ഡോക്ടർ പോൾ മണലിൽ അല്ലേ? നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഡോക്ടർ പോൾ മണലിൻ. ഓക്കെ അല്ലേ? ഇനി അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് ആര്? മേഘ മുകുന്ദൻ. ഇതാണ് അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് ആര്? മേഘ മുകുന്ദൻ. ഇനി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? എ ഷാജഹാൻ. ഓർത്തു വെച്ചോ, ചാൻസ് ഉണ്ട് കേട്ടോ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് എ ഷാജഹാൻ ആണെങ്കിൽ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് ആര്? നീത കെ ഗോപാൽ. ആരാണ്? നീത കെ ഗോപാൽ. എന്താ നീത കെ ഗോപാലിന്റെ പ്രത്യേകത? തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് ആര് കൂട്ടുകാരെ? നീത കെ ഗോപാൽ അല്ലേ? എങ്കിൽ പുതിയ കേരള ലോകായുക്തയായി നിയമിതരാകുന്നവരാണ്? അത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. പുതിയ കേരള നിലവിലെ ലോകായുക്ത ആരാണ്? അത് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് കേട്ടോ. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. എങ്കിൽ കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? അത് ശാരദാ മുരളീധരൻ. അപ്പം ശാരദാ മുരളീധരൻ എത്രാമത് ചീഫ് സെക്രട്ടറിയാണ്? കേരളത്തിന്റെ 49ാമത്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി നിയമിതയായത് ആരാണ്? അത് ശാരദാ മുരളീധരനാണ് കേട്ടോ. ആരാണ്? ശാരദാ മുരളീധരൻ. ഓക്കെ അല്ലേ? ഇനി ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകനാണ് ആര്? ടി വി ചന്ദ്രൻ. എന്തായിട്ടാണ്? ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകനാണ് ടി വി ചന്ദ്രൻ. ആരാണ്? ടി വി ചന്ദ്രൻ അല്ലേ? എങ്കിൽ 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്? പ്രൊഫസർ കെ എൻ ഹരിലാൽ. ആരാണ്? പ്രൊഫസർ കെ എൻ ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് പ്രൊഫസർ കെ എൻ ഹരിലാൽ ആണ്. ഓർത്തിരിക്കാൻ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ആരാണ്? ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ പറയണം, അത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ്. എങ്കിൽ കേരളത്തിലെ കലക്ട്രേറ്റുകളിലെ ആദ്യ വനിതാ ദഫേദാറാണ് ആര്? കെ സിജി. ആരാണ്? കെ സിജി അല്ലേ? കേരളത്തിലെ കലക്ട്രേറ്റുകളിലെ ആദ്യ വനിതാ ദഫേദാറാണ് ആര്? കെ സിജി. ഇനി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറാണ് ആര്? വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ. ആരാണ്? വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായരാണ് ആര്? ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡർ. ഓക്കെ അല്ലേ? ഇനി കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? അത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് അല്ലേ? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരള സംസ്ഥാന പോലീസ് മേധാവി. ഇനി WFI എന്താണ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് സ്മിത AS. WFI എന്താണ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് ആരുടെ? അത് സ്മിത AS ആണ്. ഇനി 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആര്?
ആനി ജോർജ് മാത്യു. 16 ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ചോദിക്കാം കേട്ടോ, ചാൻസ് ഏറെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 16 ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആര്? ആനി ജോർജ് മാത്യു. എങ്കിൽ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലെ തലവനായ മലയാളിയാണ് ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അല്ലേ. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒന്നുകൂടിയും പറയട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റ്സും ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. കാനഡയിലെ ഓൺടേറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിതയാണ് കരീസിമ മാത്തനെങ്കിൽ ഡോക്ടർ എൻ കൃഷ്ണകുമാർ കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റു അല്ലേ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആരാണ്? അത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഇനി നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൻ ആണെങ്കിൽ അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘ മുകുന്ദൻ. എങ്കിൽ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് ദീപയല്ല നീത കെ ഗോപാൽ. ഇനി പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ശാരദ മുരളീധരൻ. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. എങ്കിൽ 16 ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളിയാണ് സ്മിത AS. എങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആരാണ്? കേരള സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറാണ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. കേരളത്തിലെ കളക്ടറേറ്റുകളിലെ ആദ്യ വനിതാ ദഫേദാറാണ് KCG. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ ആണെങ്കിൽ 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. ഓക്കെ അല്ലേ? എന്താണ്? TV ചന്ദ്രൻ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ചലച്ചിത്ര സംവിധായകനായ TV ചന്ദ്രൻ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ. See you.